Hi dears, welcome back to my channel. ഇപ്പോൾ ട്രെൻഡിങ്ങിലുള്ള കാരമൽ ദോശയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബിഗ് ബോസിൽ ഇപ്പോഴും കാരമൽ ദോശയെ കുറിച്ചിട്ടുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പിലുള്ള കാരമൽ ദോശയാണ് ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ കാരമൽ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബാറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉഴുന്നും അരിയും ചേർത്തിട്ടുള്ള ദോശ ബാറ്ററാണ്. ഏതായാലും ബിഗ് ബോസിൽ അവർ ഏത് ടൈപ്പിലുള്ള കാരമൽ ദോശയാണ് ഉണ്ടാക്കിയെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ടൈപ്പിലുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ദോശയുടെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരു വശം കുക്കായി വരുമ്പോൾ ദോശ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ദോശ അത്ര ക്രിസ്പി ആയിട്ട് വേണ്ടാന്നാണെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ദോശ കുറച്ച് ക്രിസ്പിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2-3 പ്രാവശ്യം ദോശ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാരമൽ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോതമ്പ് കാരമൽ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്തെടുത്ത ശേഷം ഇത് കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ദോശ റെഡിയാക്കാം. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 2 വശവും നല്ലപോലെ കുക്കായി വരുമ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് കാരമൽ ദോശയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ടൈപ്പിലുള്ള കാരമൽ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 ദോശയ്ക്കും ഡിഫറെൻറ്റ് ടേസ്റ്റാണുള്ളത്. അപ്പോൾ ബിഗ് ബോസിൽ ഇപ്പോഴും ഈ ദോശ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദോശ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഈ ദോശ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുവരെ ഈ ദോശ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.